സൗദി ബാലൻ കൊല്ലപ്പെട്ട കേസിൽ റിയാദിലെ ജയിലിൽ കഴിയുന്ന കോഴിക്കോട് ഫറൂഖ് സ്വദേശി അബ്ദുൾ റഹീമിന്റെ മോചനവുമായി ബന്ധപ്പെട്ട കേസ് കോടതി ഇന്ന് പരിഗണിക്കും. നടപടിക്രമങ്ങൾ പൂർത്തിയാകാനുണ്ടെന്ന് ചൂണ്ടിക്കാട്ടി റിയാദ് കോടതി 10 തവണ മാറ്റിവെച്ച കേസാണ് വീണ്ടും പരിഗണിക്കുന്നത്. മോചന ഉത്തരവ് ഉടനുണ്ടാകുമെന്ന പ്രതീക്ഷയിലാണ് അബ്ദുൾ റഹീമും കുടുംബവും നിയമസഹായ സമിതിയും. വിവരങ്ങളുമായി കോഴിക്കോട് നിന്ന് രാഹുൽ സുരേഷാണ് ചേരുന്നത്. രാഹുൽ, ഗുഡ് മോർണിംഗ്, വിഷു ആശംസകൾ. അപ്പോൾ ഈ അബ്ദുൾ റഹീമിന്റെ മോചനവുമായി ബന്ധപ്പെട്ട് പലതവണ കേസ് മാറ്റിവെക്കുന്നു. കുടുംബം ഇങ്ങനെ പ്രതീക്ഷയിലാണ് അടുത്ത തവണ മോചന ഉത്തരവ് ഉണ്ടാകുമെന്ന്. എന്താണ് ഇപ്പോൾ സംഭവിക്കുന്നത് എന്ന് കേസ് പരിഗണിക്കുമ്പോൾ? ഉന്മേഷ, ക്രിസ്റ്റീന, ഹാപ്പി വിഷു. അബ്ദുൾ റഹീമിൻ്റെ ജയിൽ മോചനം ഇങ്ങനെ അനന്തമായി നീണ്ടുപോകുകയാണ്. നേരത്തെ സൂചിപ്പിച്ച പോലെ തന്നെ ഇതിനോടകം തന്നെ 10 തവണ കേസ് പരിഗണിച്ചിട്ടുണ്ട്. കഴിഞ്ഞ വർഷം ജൂലൈ 2-നാണ് അബ്ദുൾ റഹീമിൻ്റെ ഇതുമായി ബന്ധപ്പെട്ട നടപടികൾ റിയാദിലെ കോടതിയിൽ ആരംഭിക്കുന്നത്. പക്ഷേ 10 തവണയും ഈ മോചന ഉത്തരവ് പറയാനായി മാറ്റിവെക്കുകയായിരുന്നു. ഇന്നിപ്പോൾ വിഷുദിനമാണ്. ഈ വിഷുദിനത്തിൽ മലയാളികളെ തേടിയും അതോടൊപ്പം തന്നെ അബ്ദുൾ റഹീമിൻ്റെ കുടുംബത്തെ തേടിയും ഒരു സന്തോഷ വാർത്ത ലഭിക്കുമെന്ന പ്രതീക്ഷയിൽ തന്നെയാണ് എല്ലാവരും ഉള്ളത്. ഇന്ന് ഇന്ത്യൻ സമയം 11 മണിക്കാണ് റിയാദിലെ ക്രിമിനൽ കോടതി കേസ് പരിഗണിക്കാൻ പോകുന്നത്. ഇത്രയും തവണ കേസ് മാറ്റിവെച്ചപ്പോഴും എന്താണ് കേസ് മാറ്റിവെക്കാൻ കാരണം എന്ന കാര്യത്തിൽ ഒരു വ്യക്തമായ മറുപടി ആരും നൽകുന്നില്ല എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അതുകൊണ്ട് തന്നെ കുടുംബത്തിന് ഇതിലൊക്കെ വലിയ ആശങ്കയുണ്ട്. അവിടുത്തെ ചില സാങ്കേതിക പ്രശ്നങ്ങളാണ് ഇങ്ങനെ കേസ് മാറ്റിവെക്കാൻ കാരണമെന്ന് പറയുമ്പോഴും യഥാർത്ഥ കാരണം എന്താണെന്ന് ഇപ്പോഴും വ്യക്തമായിട്ടില്ല. എന്താണെങ്കിലും ഇന്ന് മോചന ഉത്തരവ് ഉണ്ടാകുമെന്ന പ്രതീക്ഷയിലാണ് കുടുംബമുള്ളത്. നേരത്തെ ഈ പെരുന്നാളിന് മുമ്പായിരുന്നു കേസ് പരിഗണിച്ചത്. അപ്പോൾ അതിനുശേഷം അവിടെ കുറേ കാലം കോടതി അവധിയായിരുന്നു. അതിനുശേഷം ഇന്ന് കേസ് പരിഗണിക്കാനായി മാറ്റിവെക്കുകയായിരുന്നു. എന്തായാലും ഇന്ന് ഇന്ത്യൻ സമയം 11 മണിക്ക് കേസ് പരിഗണിക്കുമ്പോൾ അബ്ദുൾ റഹീമിന്റെ മോചന ഉത്തരവ് ഉണ്ടാകുമെന്ന പ്രതീക്ഷയിലാണ് നമ്മളെല്ലാവരും ഉള്ളത്. രാഹുലിന് ഇന്ന് വിഷുവിനൊപ്പം ഇരട്ടി മധുരമാണ്. ഇന്ന് രാഹുലിന്റെ ജന്മദിനം കൂടെയാണ്. അപ്പോ ജന്മദിനാശംസകൾ രാഹുൽ. താങ്ക് യു ക്രിസ്റ്റീന, ഉന്മേഷ്. ശരി.